ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നൊരു റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈവൻ നമ്മുടെ DBAR വരെ ചെയ്യാവുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല, നമുക്കില്ലാത്ത സംഭവങ്ങൾ നമ്മൾ അവകാശപ്പെടാൻ പാടില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽ ഫീ റിലാക്സേഷൻ ഉണ്ട്. ഫീ റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ റീഫണ്ട് കിട്ടുന്നതാണ്, അതായത് ഫുൾ എമൗണ്ട് റീഫണ്ട് കിട്ടും. അതറിയാതെ പോകരുത്. മൈനോറിറ്റീസിന് അതുപോലെ BPL കാർഡുള്ളവർക്ക് കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. വെറും SC/ST അല്ലെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമല്ല റീഫണ്ട് ഫുൾ എമൗണ്ട് കിട്ടുന്നത്, ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടും. അതൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തെറ്റുകൾ വന്നാൽ അത് കറക്റ്റ് ചെയ്യാം, ഫോം കറക്റ്റ് ചെയ്യാം. പക്ഷേ അതിന് നിശ്ചിതമായ ചാർജ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കുക. കാരണം ഇതൊക്കെ ഞാൻ മുൻകൂട്ടി പറയുന്നത് വെച്ചാൽ കഴിഞ്ഞ നമ്മുടെ ALPയുടെ നോട്ടിഫിക്കേഷനിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിൻ്റെ ഫോം കറക്ഷൻ്റെ ഡേറ്റ് വന്നപ്പോൾ നമ്മളെ സമീപിച്ചിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് തെറ്റുകൾ, അവർക്ക് സമയനഷ്ടവും പണനഷ്ടമൊക്കെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല തിരുത്താൻ പറ്റാത്ത തെറ്റുകൾ വരും. അതൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കത് സമയനഷ്ടം ഉണ്ടാവില്ല, തീർച്ചയാണ്. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ട് ഇത് കാണുക, അല്ലെങ്കിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ മുഴുവനായിട്ട് വായിക്കുക. അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡൊക്കെ നമ്മൾ പറയുന്നുണ്ട്. B1 B2 ഒക്കെയാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ അതിനൊക്കെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, സിലബസിനെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ RRBയുടെ സൈറ്റാണ്. RRBയുടെ സൈറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ തിരുവനന്തപുരം ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ എങ്ങനെ പോയാലും നമുക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരം സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഹോം പേജ് കാണാം. ഇവിടെ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ടെക്നീഷ്യൻ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാൻ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ കൊടുത്ത് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യാൻ ഫോർ ഡീറ്റെയിൽസ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള RRBയുടെ ആ ഒരു റിക്രൂട്ട്മെൻറ്റ് പോർട്ടലിലേക്കാണ് പോകുന്നത്. ഓക്കെ, ആ പേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചാണ്. നമുക്ക് RRB ചെന്നൈയിൽ കയറിയാൽ ഇതേ സെയിം തന്നെയാണ്. ചെന്നൈയിലാകുമ്പോൾ കുറച്ചും കൂടെ വൃത്തിയിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അവിടെ കാണാം CN നമ്പർ 2. അപ്പോൾ നമുക്ക് RRB തിരുവനന്തപുരം ആണെങ്കിൽ ഇങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ബട്ടൺസോ കാര്യങ്ങളോ കൊടുത്തില്ല, കുറച്ച് ലിങ്കുകളാണ് കൊടുത്ത്. എന്നാൽ നമുക്ക് RRB ചെന്നൈയിൽ കയറി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനും ഈ നോട്ടിഫിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യാനും ഇതിൻ്റെ അപ്ഡേഷനൊക്കെ കറക്റ്റായിട്ട് ഇവിടെ കാണിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ഓൺലൈനിൽ കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഓൺലൈൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള RRB ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അത് ആദ്യം തന്നെ പറഞ്ഞെന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് ISRൻ്റെ ഒക്കെ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ ഇടുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റഡി മെറ്റീരിയൽസ് കാണാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെയും ഇട്ട് വരികയാണ്. പിന്നെ ALPൻ്റെ ഒക്കെ ക്ലാസ് നമ്മൾ ഇതിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ. ഓക്കെ, അങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം അത് ഫസ്റ്റ് ടൈം ആകുമ്പോൾ അതിൻ്റേതായ ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. കൂടുതൽ ആളുകളുണ്ട്, നമുക്ക് സമയത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ആളുകളൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ടെക്നീഷ്യൻ്റെ ഇതൊക്കെ നമ്മൾ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുമെന്ന് അറിയില്ല, ശ്രമിച്ച് നോക്കാമെന്നുള്ളതാണ്. കാരണം സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ചെയ്യലൊക്കെ പാടെ നമുക്ക് നടക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നിലവിൽ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ഒക്കെ കൊടുത്തിട്ടുണ്ട്. RRB ALPൻ്റെ ഒക്കെ ഉണ്ട്, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കാറ്റഗറി നമ്പർ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് CN നമ്പർ 2/2024. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഓപ്പണിംഗ് ഡേറ്റ്, അപേക്ഷയുടെ ഓപ്പണിംഗ് ഡേറ്റ് March 9 മുതൽ നിങ്ങൾക്ക് 8/4/2024 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഇനി നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ നിങ്ങൾക്ക് അത് തിരുത്താനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. 9/4/2024 മുതൽ 18/4/2024 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അപേക്ഷയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപേക്ഷയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ നിങ്ങളുടെ പേര്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഇതിലേക്ക് 250 രൂപ നമ്മൾ ഫൈനായിട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിന്, അല്ല ഫ്രീ ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കേണ്ട, മാക്സിമം കറക്റ്റായിട്ട് നിങ്ങൾ വീഡിയോ കാണാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ 2 കാറ്റഗറിയിലാണ്. ഒന്ന് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ, പിന്നെ അതിലേക്ക് നമുക്ക് പേ ലെവൽ വരുന്നത് 5 ആണ്. 29 ഇനീഷ്യൽ പേ വരുന്നത് നമുക്ക് 29,200 ആണ്. ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36 ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് 18-ൻ്റെയും 36-ൻ്റെ ഇടയിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 1/7/2024 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. 1092 വേക്കൻസിയാണ് ടോട്ടൽ വിവിധ RRBകളിലായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിനടുത്ത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണ്. ഇത് ലെവൽ 2 ആണ്. ഇതിൽ നമ്മൾ 19,990 ആണ്. അപ്പോൾ ഓരോന്നിലും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ കേട്ടോ. ദെൻ ഇതിൻ്റെ ഈ അനുബന്ധം നമുക്ക് എയിൽ കാണാം. ഇതിൻ്റെ ഈ പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് B1 B2 വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് 18 to 33 ഏജ് ലിമിറ്റ് വരുന്നത്.
8082 വേക്കൻസി ഉണ്ട്. ടോട്ടൽ 9144 വേക്കൻസി. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് SC/ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ 5 വർഷം, OBCക്ക് 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ PWD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസിനൊക്കെ നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, ഒന്നിലധികം അപേക്ഷകൾ നിങ്ങൾ സമർപ്പിച്ച് കഴിഞ്ഞാൽ, അതായത് സെയിം പേ ലെവലിലേക്ക് ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആകുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഡിബാർ ചെയ്യുമെന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ നിങ്ങളുടെ പേരും മെയിൽ ID ഒക്കെ മാറ്റി വേറെ അപേക്ഷ കൊടുത്തൊക്കെ കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു തവണ നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് വളരെ കൃത്യതയോടെ, ഇപ്പോൾ നിങ്ങൾ ഇൻ്റർനെറ്റ് കഫേയിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ അപേക്ഷ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നിശ്ചിതമായുള്ള സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ, നിങ്ങൾ വില്ലിംഗ് ആണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇനി അതല്ല, നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കഫേയിൽ പോയിട്ട് ചെയ്യാം, നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ അതിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കായിരിക്കണം അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഇൻ്റർനെറ്റ് കഫേയിൽ പോയിട്ട് അവർ ചെയ്യുന്നതല്ലേ വെച്ചാൽ അവരെ ഫുള്ളായിട്ട് വിടരുത്. നിങ്ങൾ കറക്റ്റായിട്ട് പ്രിവ്യൂ ഒക്കെ നോക്കി എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ നോക്കിയിട്ട് മാത്രം ഫൈനൽ സബ്മിഷനൊക്കെ കൊടുക്കുക കേട്ടോ. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് സ്റ്റാൻഡേർഡ് ഓഫ് മെഡിക്കൽ ഫിറ്റ്നസ് ഇത് ഞാൻ പറയാം. ആദ്യം നമ്മൾ എലിജിബിലിറ്റി പറയാം. എലിജിബിലിറ്റി നമുക്ക് അനുബന്ധം നോക്കിയിട്ട് ജസ്റ്റ് ഞാൻ കാണിക്കാം. ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇനി ഫസ്റ്റ് അത് പറഞ്ഞ ശേഷം ഇത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലാണ്. ഇതിൻ്റെ പേ ലെവൽ 5 ആണെന്ന് പറഞ്ഞു. B1 ആണ് ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ഞാൻ പറയാം കേട്ടോ, B1 എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ പറയാം. കാരണം എല്ലാം പാടെ പറഞ്ഞ് അത് കൺഫ്യൂഷൻ ആക്കേണ്ട വെച്ചിട്ടാണ് ഓരോരോ സെക്ഷനാക്കിയിട്ട് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം നമ്മളിവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നോക്കുന്നത്. മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് സയൻസ് ആണ്. അതായത് BSc കഴിഞ്ഞ് ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് ഈ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റിൽ ഒന്നെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് കേട്ടോ. വേറെ കാര്യങ്ങളൊന്നും വേണ്ട. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന മെയിൻ സ്ട്രീം ഉണ്ടല്ലോ, ബേസിക് സ്ട്രീം ഉണ്ടല്ലോ, ഈ പറഞ്ഞിരിക്കുന്ന ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സബ് സ്ട്രീമോ അല്ലെങ്കിൽ അതിൻ്റെ ആ സബ് സ്ട്രീമുമായിട്ടുള്ള കോമ്പിനേഷനിലൊക്കെ നിങ്ങൾ BSc കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ബേസിക് സ്ട്രീം ഉണ്ടല്ലോ, ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കോമ്പിനേഷനിലോ നിങ്ങൾക്ക് എന്താണ് ഡിപ്ലോമ 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി എന്താണ് BA or BTech കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് ബേസിക് സ്ട്രീമുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള. ഇതിനടുത്ത് നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണ് വരുന്നത്, ബ്ലാക്ക് സ്മിത്ത്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് എന്താണ് IT ആണ്. അത് NCVT ആണെങ്കിൽ ഏത് കൗൺസിലാണെങ്കിലും പറ്റും, SCVT ആണെങ്കിലും പറ്റും. അപ്പോൾ ഏതൊക്കെ ട്രേഡിലായിരിക്കണം എന്ന് വ്യക്തമായിട്ട് പറയേണ്ടത്. ഒന്നെങ്കിൽ ഫോജർ ഹാൻഡ് ഹീറ്റ് ട്രീറ്റർ അല്ലെങ്കിൽ ഫൗണ്ടറി മാൻ അല്ലെങ്കിൽ പാറ്റേൺ മേക്കർ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മോൾഡർ റിഫ്രാക്ടറി. ഇനി അതല്ല, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ IT കഴിഞ്ഞവർക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ ITൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണ് 10ാം ക്ലാസ്സും മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾ ആക്ട് അപ്രന്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും നിങ്ങൾക്ക് എന്താണ് അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് IT വേണമെന്നില്ല, 10ാം ക്ലാസ്സും അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ IT ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതിനടുത്തത് നമുക്ക് ബ്രിഡ്ജ് ആണ്. ഈ പറയുന്ന ടെക്നീഷ്യൻ B, അത് ഓരോരോ കാറ്റഗറി ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ, ഓരോരോ മേഖലയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 10ാം ക്ലാസ് IT തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് ഫിറ്റർ അല്ലെങ്കിൽ ഫിറ്റർ സ്ട്രക്ചറൽ അല്ലെങ്കിൽ വെൽഡർ, ഈ പറയുന്ന ഏതെങ്കിലും ട്രേഡിൽ IT കഴിഞ്ഞെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞ ഇതേ സെയിം ട്രേഡിൽ ഫിറ്ററിലോ അല്ലെങ്കിൽ ഫിറ്റർ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ വെൽഡറിലോ നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ആയവരാണെങ്കിലും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനടുത്ത് നമുക്ക് വരുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 3 തന്നെയാണ്, CNW ആണ് വരുന്നത്. ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പ്ലസ് IT പറയുന്ന ഫിറ്റർ, കാർപ്പൻറ്റർ, വെൽഡർ, പ്ലംബർ, പൈപ്പ് ഫിറ്റർ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡുകളിൽ നിങ്ങൾക്ക് IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അല്ല, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അതല്ല, നിങ്ങൾക്ക് അടുത്ത് ക്രെയിൻ ഡ്രൈവറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ് കം ഓപ്പറേറ്റർ അല്ലെങ്കിൽ ക്രെയിൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഓപ്പറേറ്റർ ലോക്കോമോട്ടീവ് ആൻഡ് റെയിൽ ക്രെയിൻസ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് IT കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ്സും വേണം കേട്ടോ. പ്ലസ് അതോടൊപ്പം തന്നെ 10ാം ക്ലാസ്സും, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡുകളിൽ നിങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. 2 കാറ്റഗറി ഉള്ളവരാണെങ്കിലും അപ്ലൈ ചെയ്യാം.
ഇതിനടുത്ത് ഡീസൽ ഇലക്ട്രിക്കലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പ്ലസ് ITI ആണ്. ITI ഏതൊക്കെ കഴിഞ്ഞിരിക്കുക വെച്ചാൽ ഒന്നെങ്കിൽ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ വയർമാൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് അല്ലെങ്കിൽ മെക്കാനിക് പവർ ഇലക്ട്രോണിക്സ്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ ITI കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ അപ്രന്റീഷിപ്പ് കഴിഞ്ഞവരാണെങ്കിലും അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് ഡീസൽ മെക്കാനിക്കലാണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് ഈ പറയുന്ന ഫിറ്റർ മെക്കാനിക്കൽ ഡീസൽ അല്ലെങ്കിൽ മെക്കാനിക് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹെവി വെഹിക്കിൾസ് അല്ലെങ്കിൽ മെക്കാനിക് ഓട്ടോമൊബൈൽ അഡ്വാൻസ് ഡീസൽ എഞ്ചിനി, അതുപോലെ ഇനി മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ട്രാക്ടർ, മെക്കാനിക്, വെൽഡർ, പെയിൻറ്റർ. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ ITI ഉണ്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ അപ്രന്റീഷിപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ഇലക്ട്രിക്കലാണ്. ഇലക്ട്രിക്കലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇലക്ട്രീഷ്യൻ, വയർമാൻ, മെക്കാനിക്, HT/LT എക്യുപ്മെൻറ്റ്സ് ആൻഡ് കേബിൾ ജോയിനിങ്. അതല്ല നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് മെക്കാനിക്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ ITI ഉണ്ടെങ്കിൽ 10ാം ക്ലാസ്സും ITI ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ അപ്രന്റീഷിപ്പ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് ഇലക്ട്രിക്കൽ TRS ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് പവർ ഇലക്ട്രോണിക്സ്, മെക്കാനിക്, ഫിറ്റർ, വെൽഡർ, പെയിൻറ്റർ, ജനറൽ, മെഷീനിസ്റ്റ്, കാർപ്പൻറ്റർ, വിവിധ ട്രേഡുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും ITI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 10ാം ക്ലാസ് ITIയും then ഇനി 10ാം ക്ലാസ്സും എന്താണ് ഈ പറഞ്ഞിരിക്കുക ഏതെങ്കിലും ട്രേഡിൽ അപ്രന്റീഷിപ്പ് ചെയ്തവരാണെങ്കിലും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിനടുത്ത് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഗ്രേഡ് 3 EMU ആണ്. ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് പവർ ഇലക്ട്രോണിക്സ്, മെക്കാനിക്, അതുപോലെ തന്നെ ഫിറ്റർ, വെൽഡർ, പെയിൻറ്റർ, ജനറൽ, മെഷീനിസ്റ്റ്, കാർപ്പൻറ്റർ, ഓപ്പറേറ്റർ, അഡ്വാൻസ്ഡ് മെക്കാനിക് ടൂൾ. ഈ പറയുന്ന ഏതെങ്കിലും ട്രേഡിൽ ITI ഉണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് ITI ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല ഈ പറയുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് എന്താണ് അപ്രന്റീഷിപ്പ് ഉള്ളവരാണെങ്കിലും ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഫിറ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫിറ്റർ ട്രേഡിൽ നിങ്ങൾ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഫിറ്റർ ട്രേഡിൽ അപ്രന്റീഷിപ്പ് കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 പെർമനൻറ്റ് വേ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫിറ്റർ, വെൽഡർ, മെഷീനിസ്റ്റ് ഗ്രൈൻഡർ. ഈ പറയുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ ITI കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല അപ്രന്റീഷിപ്പ് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാത്തിലും 10ാം ക്ലാസ് മസ്റ്റാണ്. ഇനി അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 R&DC ആണ്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾ അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിന് അടുത്തത് നിങ്ങൾക്ക് കാണാം ടെക്നീഷ്യൻ ഗ്രേഡ് 3 റിവെറ്റർ ആണ്. ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെഷീനിസ്റ്റ് ഗ്രൈൻഡർ. ഈ പറയുന്നത് ഏതെങ്കിലും ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ അപ്രന്റീഷിപ്പ് ചെയ്തവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് വരുന്ന S&T ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് മെക്കാനിക്, അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഓക്കെ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ ITI കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് ITIയും. ഇനി അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ അപ്രന്റീഷിപ്പ് ചെയ്തവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 10ാം ക്ലാസ്സും അപ്രന്റീഷിപ്പും. ഇനി അത് മാത്രമല്ല നിങ്ങൾ +2 എന്താണ് +2ൽ ഫിസിക്സും മാത്സും ഈ 2 സബ്ജക്റ്റ് എന്താണ് നിങ്ങൾ കോമ്പിനേഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ +2 സയൻസ് എടുത്ത് ഫിസിക്സും മാത്സും നിങ്ങൾ അതിൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഈ പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 3 ട്രാക്ക് മെഷീൻ ആണ്. ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ദെൻ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, ദെൻ മെക്കട്രോണിക്സ്, ദെൻ നിങ്ങൾക്ക് മെക്കാനിക് ഡീസൽ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, വെൽഡർ, മെഷീനിസ്റ്റ്. പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ്സിൽ ITI. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡിൽ അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തതാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് ടേണർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ടേണർ അല്ലെങ്കിൽ ഓപ്പറേറ്റർ അഡ്വാൻസ് മെഷീൻ ടൂൾ. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് ITI. ഇതിന് അതോടൊപ്പം തന്നെ അപ്രന്റീഷിപ്പ് ചെയ്തവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 10ാം ക്ലാസ്സും ITIയും അപ്രന്റീഷിപ്പും മതി കേട്ടോ. ഇതിനടുത്ത് വെൽഡർ ആണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വെൽഡർ, അതല്ലെങ്കിൽ വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്, അല്ലെങ്കിൽ ഗ്യാസ് കട്ടർ, വെൽഡർ സ്ട്രക്ചറൽ, വെൽഡർ പൈപ്പ്, അല്ലെങ്കിൽ വെൽഡർ TIG, MIG. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് ITI ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതല്ല ഇത് ഏതെങ്കിലും ട്രേഡിൽ അപ്രന്റീഷിപ്പ് ഉള്ളവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ RRB വൈസ് വാക്കൻസീസ് നമ്മൾ കാണിക്കാം, മറ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറഞ്ഞ ശേഷം. ഇനി ഇതിലേക്ക് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് സ്റ്റാൻഡേർഡ്സ് ഓഫ് മെഡിക്കൽ ഫിറ്റ്നസ് ആണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ B1 B2 ഒക്കെ ആണ് അതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ B1 ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്കുള്ള അപ്പം കണ്ണട ഇട്ടിട്ട് നമുക്ക് പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് ഞാൻ വ്യക്തമായിട്ട് ഇതിൻ്റെ ഒരു ആൻസർ തരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡിസ്റ്റൻസ് വിഷൻ 6/9 6/12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. ഓക്കെ,
അപ്പോൾ നമുക്ക് ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഇനി ഗ്ലാസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഒരു കണ്ണിന് നമുക്ക് എന്താണ് 6/9, ഒരു കണ്ണിന് നമുക്ക് 6/12 ആയിരിക്കണം. അപ്പോൾ എന്താണ് 6/9 6/12? അപ്പോൾ ALP ആണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 6/6 ആണ് വന്നത്. 6/6 ആണ് പെർഫെക്റ്റ് വിഷൻ എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് അത്ര വിഷൻ്റെ ആവശ്യമില്ല ഇതിൽ നമുക്ക് 6/9 ഉണ്ടെങ്കിലും പറ്റും, 6/12 ആണെങ്കിലും പറ്റും. അത് ഞാൻ അതിൻ്റെ ചാർട്ട് വെച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ചാർട്ട്, ഇതാണ് നമ്മളെ സ്നെല്ലൻസ് ചാർട്ടാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഐ ഹോസ്പിറ്റലൊക്കെ പോയാൽ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാഴ്ച പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഇങ്ങനെ പല ലെറ്ററുകളായിരിക്കും അല്ലെങ്കിൽ മലയാളത്തിലെ അക്ഷരങ്ങളായിരിക്കും. അപ്പോൾ താഴോട്ട് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇത് ചെറുതായി വരും. അപ്പോൾ നമ്മൾ ഒരു 6 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇരുത്തുക. ഈ 6 മീറ്റർ ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് ഇത് ഏറ്റവും അടിയിലുള്ള ലൈൻസ് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് പെർഫെക്റ്റ് വിഷൻ. 6/6 ആണ് ഇടുക, 6/6 ആണ് ഇടുക, 6 എന്നായിപ്പോട്ടോ സ്നെല്ലിൻ്റെ. അപ്പോൾ 6/6 ആണ് ഇടത് കേട്ടോ. 6 മീറ്റർ ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെയുള്ള ലൈൻ ഉണ്ടല്ലോ, ഇതിപ്പോൾ എത്ര നമുക്ക് പിക്ചർ ആയതുകൊണ്ടാണ് ഇത് കുറച്ച് ഡിസ്റ്റൻസിൽ വെക്കുമ്പോൾ ചെറുതായിട്ട് തോന്നും നമുക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ ഞാൻ കാണിക്കുകയാണ്, 6/6 ആണ്. അപ്പോൾ അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് ഈ 6 മീറ്റർ അകലത്തിൽ ഈ പറയുന്ന എന്താണ് ഏറ്റവും ചെറുത് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷൻ പെർഫെക്റ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഓരോ കണ്ണിൻ്റെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് അവർ ചെക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന B1 കാറ്റഗറി അല്ലേ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ. B1 ഇപ്പോൾ നമുക്ക് വേണ്ടത് ഒന്ന് 6/9 ആണ്. അപ്പോൾ ഞാൻ ആ 6/9 പറയാം. അപ്പോൾ 6/9 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, രണ്ടാമത്തെ ലൈനാണ്. നിങ്ങൾക്ക് ഏറ്റവും അടിയിലുള്ള ലൈനെക്കാട്ടിയും കുറച്ച് ചെറുതായിരിക്കും കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം സെയിം ആയിട്ട് ചെറിയ വ്യത്യാസം തോന്നുള്ളൂ, കാരണം ഇത് നമുക്ക് കുറച്ച് ഡിസ്റ്റൻസിലേക്ക് വെക്കുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ലൈന് ഇപ്പോൾ 6/9 ആണ് നമുക്ക് ഈ പറയുന്ന ടെക്നീഷ്യനിലേക്ക് അധികവും നമുക്ക് വേണ്ടത് B1 ആണ്. അപ്പോൾ 6/9 അല്ലെങ്കിൽ 6/12 നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ 6/6 ആവശ്യമില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടിയിലുള്ള വായിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മുകളിലുള്ള വായിച്ചാൽ മതി. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം മറ്റൊരു രീതിയിൽ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതായത് ഞാനിപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ടല്ലോ, അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ അറിയുന്നവരുണ്ട് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏറ്റവും അടിയുള്ള ലൈനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ DNMOBUC എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈന് നിങ്ങൾക്ക് 6/6 ആണ്. 6 മീറ്ററിൽ ഇരുന്ന് നമുക്ക് നോർമൽ ഒരാൾക്ക് വായിക്കാൻ പറ്റുന്ന അയാളുടെ വിഷൻ പെർഫെക്റ്റ് ആണ് 6/6 എന്നുള്ളത്. അപ്പോൾ ALPക്കൊക്കെ 6/6 വേണം, അത് വിത്തൗട്ട് ഗ്ലാസ് ആണ്, നമുക്ക് ഗ്ലാസ് വെക്കാൻ പറ്റില്ല. എന്നാൽ ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രത്യേകം നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ നോക്കുക, ഇവിടെ നമുക്ക് എന്താണ് ഗ്ലാസ് വെക്കാം, ഗ്ലാസ് വെക്കാതിരിക്കുകയും ചെയ്യാം. എന്തായാലും നമുക്ക് ഈ പറയുന്ന വിഷൻ കിട്ടിയാൽ മതി. 6/6 ഒന്ന് അല്ല 6/9 ഒന്ന് 6/12 മതി. അപ്പോൾ അത് രണ്ടും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം എന്താണ് അതിൻ്റെ മീനിങ് എന്ന്. അപ്പോൾ ഈ ലൈൻ ഉണ്ടല്ലോ രണ്ടാമത്തെ, ഇവിടെ അടിയിൽ നിന്ന് മുകളിൽ രണ്ടാമത്തെ CTPA ഉണ്ടല്ലോ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ 6/9 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നോർമലി 6/6 വിഷൻ ഉള്ള ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരാൾ നോർമലി 9 മീറ്റർ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യും, അയാൾക്ക് ഇത് വായിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ലാസ്റ്റ് ലൈനാണ് നമ്മൾ വായിച്ച് നിർത്തുന്നതെങ്കിൽ നമുക്കിത് 6 മീറ്ററിൽ ഇത് വായിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നാൽ ഈ പറയുന്ന 6/6 വിഷനുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം, അത് 9 മീറ്റർ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യാം, ഈ CTPA വായിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ 9 എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാം. ഇനി അടുത്ത് നമുക്ക് 6/12 ആണെങ്കിൽ ഇതാ ഈ മൂന്നാമത്തെ ലൈൻ ഉണ്ടല്ലോ, അതാ DHLEN, ഇത് വായിക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാലും നിങ്ങൾ എന്താണ് പെർഫെക്റ്റ് ഈ പറയുന്ന ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, കാഴ്ച പരിശോധിക്കുന്ന അണ്ണാശുപത്രിയിലൊക്കെ പോയിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് 6/12 6/9 ഒരു കണ്ണ് നമുക്ക് എന്താണ് 6/9 ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൽ കൂടിയാൽ പ്രശ്നമില്ല കേട്ടോ, കുറയാൻ പാടില്ല എന്നുള്ള കണ്ടീഷനുള്ളൂ. അറ്റ്ലീസ്റ്റ് ആണ് ഇവിടെ പറയുന്നത് ഒരു കണ്ണ് നമുക്ക് 6/12 എങ്കിലും വേണമെന്നുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ താഴെ 6/18 ഒന്നും ആവാൻ പാടില്ല ഈ പറയുന്ന. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ നമുക്ക് B2 വരുന്നുണ്ട്. B2 ആണെങ്കിലും ഇതുപോലെ സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് ഈ പറയുന്ന ബൈനോക്കുലർ വിഷൻ മാത്രം പാസ്സായാൽ മതി. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ് കളർ വിഷൻ, അതുപോലെ ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ, ദെൻ നിങ്ങൾക്ക് മെസോപ്പിക് വിഷൻ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും. നമുക്കത് പാസ്സാവണം കേട്ടോ. അതൊക്കെ നമുക്ക് മെഡിക്കൽ ടെസ്റ്റിൻ്റെ സമയത്ത് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്യണം, ശരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതൊന്നും ഉണ്ടോ നമുക്ക് മനസ്സിലാവില്ല, അവിടെ ടെസ്റ്റ് ചെയ്യണം കേട്ടോ. ഒക്കെ കണ്ണാശുപത്രിയിൽ പോയിട്ട് ചെയ്യുന്നത് നല്ലതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നിട്ട് അപ്ലൈ ചെയ്യുക. കാരണം നമ്മൾ വെറുതെ അപ്ലൈ ചെയ്ത് എക്സാമൊക്കെ എഴുതി അങ്ങനെ ചെയ്ത് കാര്യമില്ല. അപ്പോൾ ആദ്യം നമ്മൾ മെഡിക്കലി ഫിറ്റ് ആണോ, ഫിസിക്കലി പിന്നെ നമ്മൾ എല്ലാ കാര്യം കൊണ്ടും ഫിറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി പ്രത്യേകമായിട്ട് നിങ്ങൾ B2 ആണെങ്കിലും ഈ പറയുന്ന ബൈനോക്കുലർ വിഷൻ മാത്രം ടെസ്റ്റ് ഉണ്ടാവുള്ളൂ, അത് നോക്കിയാൽ മതി. പിന്നെ നിയർ വിഷൻ നിങ്ങൾക്ക് 6.6 എന്താണ് രണ്ടിനും വേണം. അത് വിത്തൗട്ട് ആണെങ്കിലും വിത്ത് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടെങ്കിലും ക്ലാസ്സിലില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. പിന്നെ A3 നമുക്കിതിന് വരുന്നില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. A3ൻ്റെ സ്റ്റാൻഡേർഡ് നമുക്കിതിൽ നോക്കണം. ഓക്കെ, ഇതിൻ്റെ എലിജിബിലിറ്റി നമ്മൾ പറഞ്ഞല്ലേ, നോക്കട്ടെ ഒരു മിനിറ്റ്. ഓക്കെ, ഇതൊക്കെ കാണാൻ നിങ്ങൾക്ക് B1 ആണ്. ഓക്കെ, പിന്നെ ഒരു A3 വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ട്രാക്ക് മെഷീനാണ് വരുന്നത്. ട്രാക്ക് മെഷീൻ A3 വരുന്നുണ്ട്. പിന്നെ ഓക്കെ, പിന്നെ വേറെ ഏത് വരുന്നുണ്ടോ നോക്കട്ടെ. A3 ഓക്കെ, A3 ഓക്കെ. ആ ട്രാക്ക് മെഷീൻ എന്ന് പറയുന്ന ആ പോസ്റ്റിലേക്ക് മാത്രം A3 വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. A3ൻ്റെ മുമ്പാട് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ,
A3 ആണെങ്കിൽ നിങ്ങൾക്ക് ഇതാ 2 കണ്ണിന് എന്ത് വേണം 6/9 6/9 വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചതാ ഈ 6/9 ഇതാ ഈ രണ്ടാമത്തെ വരിയെങ്കിലും നിങ്ങൾക്ക് ഇത് അവിടെ താഴത്തുനിന്ന് മുകളിലേക്ക് കെട്ടാൻ പറയുന്നത് CTP. ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. 2 കണ്ണിനും സെയിം എന്താണ് കാഴ്ചശക്തി വേണം കേട്ടോ. A3 ആണെങ്കിൽ ആ ഒരു ട്രാക്ക് മെഷീൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ കേട്ടോ. അത് വിത്ത് ആണെങ്കിലും വിത്തൗട്ട് ആണെങ്കിലും പറ്റും കേട്ടോ, ഗ്ലാസ് ഉണ്ടെങ്കിലും. ഓക്കെ, ഇനി അതിൻ്റെ ലെൻസിൻ്റെ പവർ ഡാപ്റ്ററിൽ പറയുന്നുണ്ട് 2 ആണ് പറയുന്നത്, ഇവിടെ 4 ആണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് മെഡിക്കൽ അവിടെ പോയിട്ട് നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണ് കാണിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നോക്കിട്ടോ. നിങ്ങൾ നിയർ വിഷൻ 0.6 ആണ് വരുന്നത്. അതുപോലെ തന്നെ കളർ വിഷനും ബൈനോക്കുലർ വിഷൻ നൈറ്റ് വിഷൻ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പാസ്സാണ് കേട്ടോ ഈ A3 ആണെങ്കിൽ. അപ്പോൾ ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ എവിടെ പോകണം, നിങ്ങൾ ഐ ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എന്തെങ്കിലും സംശയങ്ങളുള്ള വിദ്യാർത്ഥികൾ പെർഫെക്റ്റ് ആണെന്ന് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഏറ്റവും നല്ലത് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ മെഡിക്കലിനൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതൊക്കെ സെറ്റാക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് മറ്റു കാര്യങ്ങൾ നോക്കാം. ഇതിലേക്ക് ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നോർമലി ഉള്ള ഏജ് ലിമിറ്റ് മുൻപ് ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഗ്രേഡ് 1 ആണെങ്കിൽ 18 to 33 ആയിരുന്നു. പക്ഷേ നമ്മൾ കൊറോണ കാരണം നമുക്ക് കിട്ടിയൊരു ഇളവാണ് ഈ പറയുന്ന 36 എന്ന് പറയുന്ന ഏജിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്നുള്ളൂ. അപ്പം മുൻപ് ഇനി നമുക്ക് ഈ ഒരു ഇളവ് കിട്ടൂല കേട്ടോ, അടുത്ത നെക്സ്റ്റ് ഇയർ നമുക്കിത് കിട്ടൂല. അപ്പോൾ ഏജ് ഓവറായ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ 33 യഥാർത്ഥത്തിൽ ഉണ്ടാവും, പക്ഷേ അവർക്ക് 36 വരെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അതുപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണെങ്കിൽ 18 to 30 അത് 33 വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതാണ് അതിൻ്റെ ക്രൈറ്റീരിയ മാറിയിരിക്കുന്ന ഏജിൻ്റെ. അപ്പോൾ ഇതിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ തവണ കിട്ടിയിരിക്കുന്ന വലിയൊരു കാര്യമാണ് 3 വർഷം. കൊറോണ കാരണം നമുക്ക് എന്താണ് 3 വർഷം പോയിട്ടുണ്ട്. ആ 3 വർഷം നമുക്കിതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇളവ് വന്നിട്ടുണ്ട് ഏജിൽ. ഓക്കെ, അപ്പോൾ മുൻപത്തെ വർഷങ്ങളിൽ ഇതായിരുന്നു ഏജ്, ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന ടെക്നീഷ്യൻ്റെ ഏജ് ഇതാണ് കേട്ടോ. ഇതേ സെയിം സംഭവം നമുക്ക് ALPയിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. പിന്നെ ഏജ് റിലാക്സേഷൻ്റെ ആയിരിക്കും SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഇതിൻ്റെ കൂടെ ഇപ്പോൾ 36 ആണെങ്കിൽ നിങ്ങൾക്ക് SC/STക്ക് 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, OBC ആണെങ്കിൽ 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കണ്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഏജ് നല്ലൊരു റിലാക്സേഷനാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കാം. പിന്നെ PWD എക്സ് സർവീസിനൊക്കെ നിശ്ചിതമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി എക്സാമിനേഷൻ ഫീ ആണ് നമ്മൾ പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ പറഞ്ഞിരിക്കുന്ന ഈ കോളത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു റോല് പറഞ്ഞിരിക്കുന്ന ഉദ്യോഗാർത്ഥികളല്ലാതെ ഇപ്പം ബാക്കിയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്യണം, 500 രൂപ അപേക്ഷ ഫീസ് അടയ്ക്കണം. അതിൽ 400 രൂപ പേർക്ക് എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അവർക്ക് 400 രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആവും. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി നമ്മൾ അടയ്ക്കേണ്ട തുക 500 രൂപയാണ്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മാൻ, ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റീസ്, ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് EBC എന്ന് പറയും, ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്താൽ മതി, ഇനിഷ്യലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 250 രൂപ അടച്ചാൽ മതി. ഈ 250 രൂപ നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ചെയ്ത് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 250 എന്ത് ചെയ്യും, അത് ക്രെഡിറ്റ് ആവും. ഓക്കെ, റീഫണ്ട് കിട്ടും. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ഈ ഒരു റോല് ഉൾപ്പെടുത്താത്ത ഉദ്യോഗാർത്ഥികളെല്ലാം എന്ത് ചെയ്യണം, 500 രൂപ എന്ത് ചെയ്യണം, ഇനിഷ്യലി ഫീ അടയ്ക്കണം. 100 രൂപ അവർക്ക് ഫീ ആയിട്ട് പിടിക്കുകയും 400 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് CBT ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ട് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇനി ആരാണ് ഇവിടെ നിൽക്കണം, മൈനോറിറ്റീസ് എന്നിവിടെ പറയുന്നുണ്ട്. ആരാണ് മൈനോറിറ്റീസ് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, മുസ്ലിംസ്, ക്രിസ്ത്യൻ, സിഖ് നിങ്ങൾക്കിവിടെ കാണാം. ഈ പറഞ്ഞിരിക്കുന്ന ജൈൻ ഇതൊക്കെ എന്താണ്, നിങ്ങൾക്ക് മൈനോറിറ്റീസ് റിലീജിയൻ ആണ്. അപ്പോൾ ഇവർക്കൊക്കെ എന്ത് കൊടുത്താൽ മതി, 250 ഫീ അടച്ചാൽ മതി. ആ 250 എന്ത് ചെയ്യും, അവർക്ക് റീഫണ്ട് ലഭിക്കും. ഇത് അറിയാത്ത ഉദ്യോഗാർത്ഥികൾ എന്താണെന്ന് വെച്ചാൽ 400 വെച്ച് 500 വെച്ച് കൊടുക്കും, പിന്നെ അവർക്ക് 400 കിട്ടുള്ളൂ. അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടാവും. ദെൻ ഈ പറയുന്ന മൈനോറിറ്റി ആണെങ്കിൽ വെറുതെ നമ്മൾ അങ്ങനെ അവകാശപ്പെട്ടാൽ പോരാ, നമ്മളൊരു അഫിഡവിറ്റ്, ഒരു സത്യവാങ്മൂലം നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാക്കണം. അത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് മതി കേട്ടോ. ഓക്കെ, അത് അനുബന്ധം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഫോറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റാക്കി വെക്കേണ്ടതാണ്. നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പറിലാണ്. അപ്പോൾ അതൊക്കെ തയ്യാറാക്കുന്ന ആളുകളുണ്ട്, അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ആ സമയത്ത് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന എന്നുള്ള സത്യവാങ്മൂലം ഒരു ഡിക്ലറേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്താണ് വേണ്ടത്. ഓക്കെ, അത് നമുക്ക് ഹാജരാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ഔട്ടോ, അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ അടുത്തത് നിങ്ങൾക്ക് EBC എന്ന് പറയും, ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയും. അത് EWS അല്ല കേട്ടോ. EWS OBC ഒക്കെ വേറെ തന്നെയാണ്. അതല്ലാത്തൊരു കാറ്റഗറി ആയിട്ട് പുതിയ നമുക്ക് ഒരു റിലാക്സേഷൻ, അതായത് വാർഷിക വരുമാനം 50,000-ന് താഴെയുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഈ പറയുന്ന EBC കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. EBC എന്ന് പറയുന്ന കാറ്റഗറിക്ക് റിസർവേഷൻ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഫീ റിലാക്സേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്ന് വാലിഡ് ഇൻകം സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്ത് ചെയ്യണം, അവരുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ BPL കാർഡ് കയ്യിലുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന 250 രൂപ അടച്ചാൽ മതി. ഓക്കെ, 250. അവരുടെ കാറ്റഗറി കാസ്റ്റൊക്കെ ഏത് കാറ്റഗറി ആണെന്ന് കുഴപ്പമില്ല. പക്ഷേ അവരുടെ വാർഷിക വരുമാനം 50,000-ന് താഴെ ഉണ്ടെങ്കിൽ അവർക്ക് ആ 250 രൂപ ഫീ അടച്ചാൽ 250 റീഫണ്ട് ലഭിക്കും.
ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരിക്കലും EBC എന്തല്ല AWSO അല്ലെങ്കിൽ OBCO അല്ല, അത് വേറെ തന്നെയാണ്. AWSും OBC ഒക്കെ എന്താണ് സാധാരണ അവർക്ക് ഫീ റിലാക്സേഷൻ അല്ല, ഈ പറയുന്ന എന്താണ് റിസർവേഷൻ പോസ്റ്റ് റിസർവേഷൻ ഒക്കെ കിട്ടുന്ന പോസ്റ്റാണ്, ഒരു കാറ്റഗറിയാണ്. പക്ഷേ EBCക്ക് ഫീ റിലാക്സേഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ള പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് വരുന്നത്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. 3 കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് പേ ലെവൽ 5, അതായത് നമുക്ക് ഈ പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിലേക്ക് നമുക്ക് എന്താണ് 100 മാർക്കിന് ക്വസ്റ്റൻ ഉണ്ടായിരിക്കും, 90 മിനിറ്റ് ആയിരിക്കും. ഓക്കെ, അതിലേക്ക് വരുന്ന സിലബസ് വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സിലബസിന് നിങ്ങൾ എവിടെയും പോകേണ്ട, ഒബ്ജക്റ്റീവ് ടൈം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആയിരിക്കും, ജനറൽ അവയർനെസ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ദെൻ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ, മാത്തമാറ്റിക്സ്, ദെൻ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇതാണ് ഇതിൻ്റെ സിലബസ്. ഇത് നോക്കി നിങ്ങൾ നല്ല ബുക്കുകൾ വാങ്ങുക, പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ വെയിറ്റേജ് മാർക്ക് കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിനടുത്ത് നമുക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണെങ്കിൽ അതിന് വേറെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക, അതിന് 100 മാർക്കാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അതിൻ്റെ സിലബസ് കൂടെ കൊടുത്തിട്ടുണ്ട്. മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ്, ഇത്രയാണ് അതിൻ്റെ ആ ഒരു സിലബസ് വരുന്നത്. ഇനി ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളതാണ്. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് കളർ വേണം, അതിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം കേട്ടോ, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ. അതിൻ്റെ ഫയൽ സൈസ് 30 to 70 KB ആയിരിക്കണം ഫയൽ സൈസ് വരേണ്ടത്. ഓക്കെ, ഇതിനതോടൊപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 12 കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ കോപ്പിയാണ്, നിങ്ങളത് സൂക്ഷിച്ച് വെച്ചാൽ മതി, നിങ്ങൾക്ക് പിന്നീട് ആവശ്യത്തിനനുസരിച്ച് കോപ്പി എടുക്കാമല്ലോ. അപ്പോൾ 12 കോപ്പി നമുക്ക് ആവശ്യം വരും പിന്നീട് റിക്വയർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കേട്ടോ. അത് സെയിം കോപ്പി തന്നെ ഉണ്ടായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സിഗ്നേച്ചർ, സ്കാൻ ചെയ്ത് സിഗ്നേച്ചർ ഇതിൽ അപ്ലോഡ് ചെയ്യണം. 30 to 70 KB ഇടയിലായിരിക്കണം ഫയൽ സൈസ് വരേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇതിൽ അപ്ലോഡ് ചെയ്യണം. PDF ഫോമാറ്റ് 500 KB ആയിരിക്കണം അതിൻ്റെ ഫയൽ സൈസ്. അപ്പോൾ SC/ST കാൻഡിഡേറ്റ്സിനൊക്കെ എന്താണ് ഈ പറയുന്ന സ്ലീപ്പർ ക്ലാസ്സിലുള്ള ആ ഒരു ട്രെയിൻ ടിക്കറ്റിലേക്കുള്ള റിലാക്സേഷൻ്റെ അവർക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരനുസരിച്ച് ക്ലെയിം ചെയ്യണം. ഇനി PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അതത് സർട്ടിഫിക്കറ്റ് വെക്കണം. ഓക്കെ, ഇതിൻ്റെ എക്സാം മീഡിയം ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വിവിധ റീജിയണൽ ലാംഗ്വേജിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റും, നമുക്ക് മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. 13 റീജിയണൽ ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ മലയാളത്തിലാണെങ്കിലും അതിൻ്റെ കൂടെ നമുക്ക് ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ വേക്കൻസിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് RRB വൈസ് വേക്കൻസി നിങ്ങൾക്ക് അനുബന്ധം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ബിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് RRB അഹമ്മദാബാദാണ്. ഓരോന്നിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല. അതുപോലെ SC/ST ഓരോന്നിനും ടോട്ടൽ വേക്കൻസി ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയാമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഇനിയും ഡ്യൂറേഷൻ കൂടും. ഇപ്പോൾ ചെന്നൈൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ചെന്നൈൻ്റെ ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് 833 വേക്കൻസിയാണ് കേട്ടോ ചെന്നൈ വന്നിരിക്കുന്നത്. അതുപോലെ ട്രിവാൻഡ്രം ഞാൻ കാണിക്കാം. ട്രിവാൻഡ്രം RRB ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഓരോ ട്രേഡ് വൈസ് വേക്കൻസി കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കാണാം ടോട്ടൽ 278 വേക്കൻസിയാണ് ട്രിവാൻഡ്രം വന്നിരിക്കുന്നത് കേട്ടോ. അതിൽ ഗ്രേഡ് 3ക്ക് 248ഉം ഗ്രേഡ് 1ന് 30 വേക്കൻസി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ആകെ മൊത്തം 9144 വേക്കൻസിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകകളും ഇതിലുണ്ട്. ഓക്കെ, ഇവിടെ മാത്രമല്ല നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന അനുബന്ധം നമ്മൾ തയ്യാറാക്കേണ്ട ഡിക്ലറേഷനാണ്, അതായത് മൈനോറിറ്റി ആണെങ്കിൽ നമ്മൾ തയ്യാറാക്കേണ്ട അതിൻ്റെ മാതൃക, ഇതേ മാതൃകയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് കേട്ടോ. അപ്പോൾ PWD കാൻഡിഡേറ്റ്സിനും SC/ST OBCക്കൊക്കെ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകകൾ ഇതിലുണ്ട്, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സമയത്ത് നിങ്ങളുടെ ഈ പേജിലേക്കായിരിക്കും വരിക കേട്ടോ. ഈ പേജിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണാം. ഇവിടെ ഡൗൺലോഡ് ഫോംസ്, SC/STൻ്റെ ഫോം ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. എല്ലാം ഇത് സെയിം ഫോർമാറ്റ് ആയിരിക്കണം എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഡിജിറ്റൽ കോപ്പിയിലും ഏറ്റവും ഉത്തമം നിങ്ങൾക്ക് സെയിം ഫോർമാറ്റ്, നിങ്ങൾ നേരെ വില്ലേജ് ഓഫീസിൽ പോവുക. ഇതേ സെയിം ഫോർമാറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഓക്കെ, അത് മതി. ഇനി അതല്ലെങ്കിൽ നേരെ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോവുക. വില്ലേജ് ഓഫീസിൽ പോയിട്ട് പർപ്പസ് പറയുക, താലൂക്കിലേക്ക് ഇഷ്യൂ ചെയ്ത് തരും. അവിടുന്ന് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തഹസിൽദാർ ഇഷ്യൂ ചെയ്ത് തരും. OBC ആണെങ്കിലും SC/ST ആണെങ്കിലും. പിന്നെ OBC ഒരു ഡിക്ലറേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ സെറ്റാക്കി വെക്കുക. നമ്മൾ സെൽഫ് ഡിക്ലറേഷനാണ്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ കാണിച്ച് തരാം. ഇത് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യേണ്ടതാണ് കേട്ടോ. നിങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചാൽ മതി ഇത്. ഓക്കെ, നിങ്ങൾ തന്നെ ഇവിടെ ഫില്ല് ചെയ്തിട്ട് സൂക്ഷിക്കുക, വേറെ ഇവിടുന്ന് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല. അതായത് സെൽഫ് ഡിക്ലറേഷൻ OBC കാൻഡിഡേറ്റ്സ്, OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് തയ്യാറാക്കേണ്ടതാണ്. പിന്നെ ഈ EBC കാൻഡിഡേറ്റ്സ്, അതായത് ഇൻകം സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കേണ്ടതാണ്. ഈ BPL കാർഡ് ഉണ്ടെങ്കിൽ അത് മതി, ഇല്ലെങ്കിൽ കേട്ടോ. പിന്നെ EWS കാൻഡിഡേറ്റ്സ് തയ്യാറാക്കേണ്ടതാണ്. പിന്നെ മൈനോറിറ്റി ഡിക്ലറേഷൻ്റെ ഇതിലുണ്ട്. അപ്പോൾ ഇവിടെ ഈ പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്ലൈ എന്നുള്ള ബട്ടൺ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ
ജസ്റ്റ് ഒന്നാൽ മൗസ് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ആണ്. ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കാണാം. ഓൾറെഡി നമ്മൾ ഇതിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ടാണ് ആദ്യമായിട്ട് വരുന്നെങ്കിൽ ചെയ്യുക. അതിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൺട്രി ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ ബേസിക് ആയിട്ട് ഇത് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ എന്തായാലും ഫില്ല് ചെയ്യുന്ന ഫോമും പാടെ നമ്മൾ അതിൻ്റെ വീഡിയോയും പാടെ ഉൾപ്പെടുത്തുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത്ത് വളരെ കൂടും. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇന്ന് തന്നെ നമ്മൾ വീഡിയോ ചെയ്യും കേട്ടോ. ഇന്ന് തന്നെ ചെയ്യും നമ്മൾ വീഡിയോ എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോം ഫില്ല് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്ത് തരുന്നതാണ്. ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.